ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് മാർച്ച് മാസം 22-ാം തീയതി ശനിയാഴ്ച, നോമ്പിൽ 16-ാം ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായുള്ള ചിന്താവിഷയം സഫറിംഗ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടൊപ്പമുള്ള സഹനം. അനാധാരമായി 1 പത്രോസ് 2:21. For this you have been called, because Christ also suffered for you, leaving you an example, so that you might follow in his steps. അതിനായല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഈ വാക്യം നമ്മൾ ആഴമായി ധ്യാനിക്കേണ്ട ഒന്നാണ്. പത്രോസ് ഈ വാചകം കുറിക്കുമ്പോൾ തൻ്റെ അനുവാചകരോട് ചില ആഴമേറിയ ചിന്തകൾ പങ്കുവയ്ക്കുന്നുണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് ഒരു ഭാരമായും, വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത് തങ്ങളുടെ ജീവൻ ആപത്തായി തീരുമെന്നുള്ള പ്രയാസത്തിൽ നിലനിൽക്കുന്ന തൻ്റെ വിശ്വാസ സമൂഹത്തോടാണ് പത്രോസ് അപ്പോസ്തലൻ ഈ ഒരു കാര്യം പറയുന്നത്. വിശ്വാസത്തിൽ അവർ നിരന്തരം നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങൾ, പരിശോധനകൾ, മതപരമായ പീഡനങ്ങളൊക്കെ വിശ്വാസ സമൂഹത്തെ വല്ലാതെ തളർത്തിയിരുന്നു. അപ്പോൾ അവരുടെ ഒരു ചോദ്യമുണ്ടായി, ഞങ്ങൾ എന്തിനാണ് ഈ കഷ്ടത സഹിക്കുന്നത്? ജീവിതത്തിൽ കഷ്ടത സഹിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഇങ്ങനെ സഹിച്ചാൽ ഞങ്ങളുടെ ജീവിതം തന്നെ നിന്ന് പോവില്ലേ? ഞങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വാസം തുടരാൻ കഴിയും? ഇങ്ങനെ ഒരുപാട് ചോദ്യശരങ്ങൾ ആ സമയത്ത് രൂപപ്പെട്ടിരുന്നു. വിശ്വാസികൾ പരസ്പരമുള്ള സംസാരത്തിൽ പോലും ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചിരുന്നെങ്കിലും വ്യക്തമായ ഒരു ഉത്തരം അവർക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെ ചഞ്ചല ചിത്തമായ വിശ്വാസ സമൂഹത്തെ കുറച്ചുകൂടെ ശക്തിയിൽ നിലനിൽക്കുവാനും, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാനും, സഹനത്തിൻ്റെ അർത്ഥവും പൊരുളും തിരിച്ചറിയുവാൻ അവരെ പരിശീലിപ്പിക്കുക എന്നതായിരുന്നു ഈ വാചകങ്ങളുടെ ഉദ്ദേശം. പത്രോസ് അപ്പോസ്തലൻ ഇതിനകത്ത് വളരെ മനോഹരമായി വിവരിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തു അനുഭവിച്ച പീഡനങ്ങളെപ്പോലെ വിശ്വാസികൾക്കും ചില അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരും. അവൻ്റെ പാതയിൽ പിന്തുടരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനൊരു മാതൃക നിങ്ങൾക്ക് വെച്ചിട്ട് പോയിട്ടുണ്ട്. സഹനത്തിൻ്റെ ഒരു മാതൃക നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിനെ ഏറ്റെടുക്കുന്നവർക്ക് മാത്രമാണ് ഈ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളായിരുന്നാലും നമ്മളതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ തിരിച്ചറിയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് നമ്മളെ ബാധിക്കുന്നത്. ഏതൊരു വേദനയും സഹനീയമാകുന്നത്, അല്ലെങ്കിൽ അത് സഹിക്കാൻ കഴിയുന്നത് ആ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ ഞാനും നിങ്ങളും നിലനിൽക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് താണ്ടുവാൻ കഴിയാതെ നമ്മൾ പിന്നാക്കം പോവുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒരു വിരൽ മുറിഞ്ഞു പോയാൽ നമ്മൾ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഈ വേദന എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞാലും 2 മണിക്കൂർ കഴിഞ്ഞാലും നമ്മൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സഹനങ്ങളെ താണ്ടുവാനുള്ള ഒരു കൃപ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഈ വാക്യം അതിനായല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ അതിന് വലിയ യശസ്സൊന്നുമില്ല. കാരണം നിങ്ങൾ ചെയ്തിട്ടാണ് എന്നത് അവിടെ വ്യക്തമാണ്. പത്രോസ് തുടർന്ന് പറയുകയാണ്, അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം.
അതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ന്യായമുള്ളതാണ് എങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ വരപ്രസാദം അതിലുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഈ പീഡനങ്ങൾ നിങ്ങളുടെ ചെയ്തികൾ കൊണ്ടല്ല, നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടല്ല നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇത് ദൈവഹിതപ്രകാരം നിങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് അത്തരം സഹനങ്ങളിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇത് ദൈവപ്രസാദമുള്ള ഒന്നാണ് എന്ന് വളരെ ശക്തമായി തൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് പത്രോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധി ഘട്ടവും അതിൽ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ പ്രസാദം നമ്മിലുണ്ടാകും. മറിച്ച് നമ്മുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്താണ് ചോദിച്ചാൽ നിരപ്പ് പ്രാപിക്കുക. ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചുകൊണ്ട് ഒരു നീതീകരണത്തിനായി നമുക്ക് ആവശ്യപ്പെടാനുള്ളൊരു സാധ്യതയും അവൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിയായി വിശകലനം ചെയ്ത് സ്ഫുടം ചെയ്തെടുക്കുന്ന തരത്തിൽ ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മളൊക്കെ ഒരു ശരിയായ ജീവിതാനുഭവങ്ങളിലേക്ക് എത്തുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പത്രോസ് അപ്പോസ്തലൻ തുടർന്ന് 22-ാമത്തെ വാക്യങ്ങൾ പറയുകയാണ്, അവനെ ക്രൂശിലേറ്റിയപ്പോൾ പോലും അവൻ ആരെയും ശകാരിക്കുകയോ ആരെയും ശപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ നമ്മുടെ പാപം സംബന്ധിച്ച് മരിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. അതായത് അവരിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന വലിയ സ്നേഹത്തെ പത്രോസ് അപ്പോസ്തലൻ പറയുക. അതുകൊണ്ട് അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റിയലഞ്ഞ കൂട്ടമാണ് എങ്കിലും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ എത്രയധികം പരിഹാസങ്ങളിലും വേദനകളിൽ നൊമ്പരങ്ങളിലുമൊക്കെ നമ്മളായിട്ടുണ്ട്. നമ്മൾ മനസ്സറിയാത്ത പല കാര്യങ്ങളിൽ നമ്മൾ വ്യഥ അനുഭവിച്ചവരാണ്, മനസ്സ് നീറിപ്പോയവരാണ്. പക്ഷേ നമുക്കതിന് ഒരു വില ലഭിക്കുന്നത് നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്നറിയുമ്പോഴാണ്. നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ അത്തരമൊരു ന്യായം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധ്യമാകും. യേശു കർത്താവ് ഇത്തരം ആളുകൾക്ക് വേണ്ടിയാണ് സഹനം അനുഭവിച്ചത്. നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു, ഒരുവൻ കഷ്ടതയുടെ താഴ്വരകളിലൂടെ കടന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണേണ്ടത് നമ്മളെ സഹനങ്ങളിലൂടെ കടത്തിവിട്ടവരോട് നിരാശമോ പ്രതികാരമോ ഒന്നുമല്ല നമ്മൾ തുടരേണ്ടത്. നമ്മുടെ സ്വാർത്ഥ ഇച്ഛകളെയൊക്കെ ത്യജിച്ച് അവൻ്റെ ക്രൂശ് ചുമക്കുവാനായിട്ട് നമ്മൾ ഒരുക്കപ്പെടുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ പ്രവൃത്തികളിൽ ന്യായം കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നമ്മുടെ ചിന്തകളിൽ ശരികൾ കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ നിശ്ചയമായും നിൻ്റെ സഹനത്തിന് ഒരർത്ഥമുണ്ട്. നീ ഈ സഹനങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ആ തിരിച്ചറിവോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകാം. അതിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹാർദ്രവാനായ ദൈവമേ, ഞങ്ങളുടെ സഹനങ്ങളുടെ അർത്ഥത്തെ അവിടെ ഞങ്ങൾക്ക് പകർന്നു തന്നുവല്ലോ. ഞങ്ങളുടെ പ്രവൃത്തികളിലും ചിന്തകളിലും വിചാരങ്ങളിലും ശരികളുണ്ട് എങ്കിൽ നിശ്ചയമായും അത് മാനിക്കപ്പെടുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ നോമ്പ് കാലത്ത് നിനക്ക് ഹിതകരമല്ലാത്തത് എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിരപ്പ് പ്രാപിച്ച് നിൻ്റെ സന്നിധിയോട് ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. ദൈവമായ കർത്താവേ, ക്രിസ്തു കാണിച്ചു തന്ന ആ ഒരു മാതൃക, കഷ്ടത്തിൻ്റെ ഒരു മാതൃക, അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ച് തന്നിരിക്കുന്ന വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിന് യോഗ്യമാവണ്ണം നടപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ നോമ്പ് കാലം
തിരിച്ചറിവിൻ്റെ, മടങ്ങിവരവിൻ്റെ, രൂപാന്തരത്തിന് നിമിഷങ്ങളാക്കി തീർക്കണം. പ്രാർത്ഥനയും യാചന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു